നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി പച്ചമുളക് കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു 3 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 5-6 കൊച്ചുള്ളി, ഒരു സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 3-4 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ. ഇതൊക്കെ കൂടി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബീഫ് ഫ്രൈയുടെ പരിപാടി നോക്കാം കേട്ടോ. പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആദ്യം കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് കേട്ടോ. ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ കേട്ടോ. ഇനി നമുക്ക് ആ സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ, ഗരം മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ. അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സ്പൈസസിൻ്റെ കളറൊന്ന് മാറി കിട്ടണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ ഒരു 3 വിസിലാണ് കേട്ടോ അടിച്ചെടുത്തത്. അപ്പം ഇനി അതോടെ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്ലെയിം സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഇനി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ബീഫിലെ വെള്ളമൊക്കെ തന്നെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക, തുറന്ന് ഇളക്കി കൊടുക്കുക. ബീഫിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഒന്ന് തുറന്ന് നോക്കുക.
ഇളക്കി കൊടുക്കാം. ബീഫിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട്. തേങ്ങക്കൊത്തും കൂടി ഉള്ളപ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ്. തേങ്ങക്കൊത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴേ നല്ല സൂപ്പറാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതിൻ്റെ പേരിൽ അടിക്ക് പിടിക്കുന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട കേട്ടോ. ഇനിയും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത്രയുള്ള പരിപാടി നമ്മുടെ മൂടി വയ്ക്കുക, ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചത്. അന്നേരം ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തില്ലേ, അതിനുള്ള ഗ്രേവി ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചിട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഫ്രൈയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം. അത് മാത്രമേ ഉള്ളൂ ഇത്തിരി പാടായിട്ട്. ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണിത്. പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. നമുക്കറിയാലോ, അടച്ചു വെച്ചിട്ട് ഒരു സമയം കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കുമല്ലോ. അപ്പം അങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചേട്ടന് ബീഫ് കറീനേക്കാൾ ഇഷ്ടം ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ആണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. കറി കുറച്ച് വെക്കാറുള്ളൂ. ഒന്നുകൂടെ മൂടി വെക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. അത് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചതച്ച കുരുമുളക് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടില്ല, കടിക്കാൻ കിട്ടുന്ന സൈസ്. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് കുരുമുളക് വിതറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.